ഈ പെരേര കോമാളിത്തനം കാണിച്ചാണ് കോമാളിയായത്. ഞാൻ കോമാളിത്തനം കാണിക്കാതെയാണ് കോമാളിയായത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞാനൊരു ആൽബർട്ട് ഐൻസ്റ്റീൻ ആകാൻ ആഗ്രഹിച്ച് ഞാൻ ഇപ്പോൾ ചാർലി ചാപ്ലിൻ ആയ അവസ്ഥയിലാണ്. ഞാൻ പറയട്ടെ ഒരു വാക്ക്. പാറാട്ടെന്ന റിവ്യൂ ഉണ്ടല്ലോ, റിവ്യൂ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ക്ലിപ്പിങ്സ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ അതിൽ താങ്കൾ എല്ലാ സെലിബ്രിറ്റീസും ഉണ്ടല്ലോ അവരുടെയൊക്കെ റിവ്യൂവിൽ കയറി നിൽക്കുന്നുണ്ട് പലപ്പോഴും. പിന്നെ പെരേരയുടെ കാര്യം പറയാനുണ്ട്. പെരേരയുടെ കാര്യം പറയാനുണ്ട്. പെരേരനെ മൈൻഡ് ചേർത്തവരുടെ പുറകെ പെരേര ഇനി പോയാ. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജ നടക്കുമായിരുന്നു. സിനിമയുടെ പൂജ, ഉമർ ലുല്ലു സാറിന്റെ ഒരു പൂജ. അപ്പൊ ഒരു വീഡിയോ വൈറലായി വന്നു. അപ്പൊ നമ്മുടെ ബാലസാറ് ഇവനെ മാറ്റിയെടുത്തു. അല്ല, അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ സെലിബ്രിറ്റീസിന്റെ പുറകെ പോകരുത്. ഇത് വൈറലാവലും അപ്പൊ സെലിബ്രിറ്റീസിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? അവര് ആട്ടുനിപ്പും കൊള്ളേണ്ട കാര്യമുണ്ടോ? ആട്ടുനിപ്പും നീ കൊള്ളേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു നടന്റെ പുറകെ പോയിട്ട് തള്ളി മാറ്റുന്ന പരിപാടി വിനയ പോട്ടല്ല, എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു. അപ്പൊ അതിനെ പറ്റിയല്ലോ തമാശ കാണിച്ചാണ്. എങ്കിലും ആളുകളുടെ കമന്റ് പുറകെ പോയിട്ട് ഇവനെ തന്നെ ഇത് കളയുന്നതാണ്. ഒരു ആർട്ടിസ്റ്റിന് മുമ്പിൽ നീ താണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ആർട്ടിസ്റ്റ് ആയാലും സാധാരണക്കാരായാലും മനുഷ്യന്മാരല്ല, മനസ്സിലായോ? അപ്പൊ അവര് നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ആണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. മീഡിയ ക്യാമറ ആയിട്ട് നിൽക്കുമ്പോൾ പരിചയപ്പെടാൻ വേണ്ടി ചെയ്യുമ്പോൾ ആ വീഡിയോ കുറച്ചൊരു കാണുമല്ലോ, നമുക്ക് കുറച്ച് റീച്ച് വൈറലാവുന്നല്ല, റീച്ച് ആവുമെന്ന് അറിയാം. റീച്ച് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അന്ന് ബാലസാറിന്റെ അടുത്തേക്ക് ചെന്നതും കറക്റ്റ് ആയിട്ട് പൂജയിൽ പങ്കെടുത്തൊന്നും അറിയിക്കണം. പൂജയ്ക്ക് പോയല്ലോ ഞാൻ. അപ്പൊ എന്തെങ്കിലും ഒരു ബൈറ്റ് മീഡിയ കിട്ടിക്കോട്ടെ എന്നോർത്താണ് പരിചയപ്പെട്ട് ആ വീഡിയോ ഇട്ടു. ഇന്ന് ഗർഗർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, DNA ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രൊമോഷനിലേക്ക് അറിയാൻ ഇടപെട്ടില്ല. നമ്മൾ വിളിച്ചൊരു പരിപാടി ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമയ്ക്കാണ് നമ്മൾ കൊടുത്തത്. അത് മാന്യമായിട്ട് ചെയ്തു, അല്ലാണ്ട് എല്ലാ റിവ്യൂവിൽ കയറി നമ്മൾ അലമ്പാറില്ല. ഇന്നാലും ദിവസം തിയേറ്ററിൽ വെച്ച് പക്ക ഡീസന്റ് ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ഡാൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നല്ല മാന്യമായ രീതിയിൽ. പിന്നെ ചേട്ടാ ചേട്ടനും ആ വീഡിയോയിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ആ വീഡിയോ കണ്ടത്. വിനയ് ഫോട്ടോ എന്തോ കൈ വെക്കണു, ചേട്ടൻ ബാക്കിലുണ്ട്. ആ ശരിക്കും എന്താ റിയാലിറ്റി സംഭവം? എന്താ ശരിക്കും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ? അപ്പൊ അത് സ്നേഹത്തിന്റെ പേര് കാണിച്ചാൽ വിനയ് ഫോർട്ടിനോട് ഞാൻ ചോദിച്ചു, വിനയ് ഫോർട്ട് സാറിനോട് ചോദിച്ചു റിവ്യൂ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. 1 മിനിറ്റിന്റെ പടത്തിനെ പറ്റി അഭിപ്രായം പറയുമെന്ന് ചോദിച്ചു. അല്ല, റിവ്യൂ ചോദിച്ചതാ. അപ്പൊ പുള്ളി പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാ സെൽഫി എടുത്ത് കളിയാക്കിയായിരിക്കും. കുഴപ്പമില്ല. എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആൾക്കാര് നമ്മളെ ഫ്രെയിമിൽ നിൽക്കുന്നത്, മനസ്സിലായോ? ക്യാമറ ഉണ്ടാന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കിംബോയ് അണ്ണനുണ്ട്, കാസർഗോഡ് അണ്ണനുണ്ട്. അവരുടെ അടുത്തേക്ക് ഏതെങ്കിലും നടന്മാര് കൂടെ നിന്ന് വീഡിയോ വന്നിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞ ഇടപാട് തുടങ്ങിയിരിക്കുന്ന അണ്ണനാ. ഇന്ന് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് അണ്ണന്റെ ഒപ്പം ഞാൻ ഒരു സെക്കൻഡ് ഇന്ന് ഞാൻ അണ്ണന്റെ ഒപ്പം സ്കൂട്ടറിൽ നിന്നിട്ട് വനിതാ തിയേറ്ററിൽ നിന്ന് മറ്റേ ഇവിടെ വന്നില്ലേ, ഉള്ള പിള്ളേരും ആൾക്കാരും ബസ്സുകാരും മൊത്തം ആറട്ടണ് ചെറിയ ഇവിടുത്തെ കോളേജിലെ പിള്ളേരല്ലേ ആറട്ടണ്. ഈ നിവിൻ പോളി ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് വന്നവനാടാ അത് അർഹിക്കണത് ആറാട്ടനാ. അപ്പൊ പെരേര പക്ഷെ വേറെ കേസിന്റെ പെരേരയുടെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം അത്ര പേരുള്ള ഡാൻസ് കളിക്കാൻ എന്നോട് പറ്റൂല കേട്ടാ. കാരണം അത് പെരേരയുടെ ഡാൻസിന്റെ ഏറ്റവും കൂടുതൽ ഒരാൾക്കും റിപ്പീറ്റ് അടിക്കാൻ പറ്റില്ല പെരേരയുടെ ഡാൻസ്. ഞാൻ കാര്യം പറയാം. ഇപ്പൊ എന്നെ വളർത്തിയത് ശരിക്കും മീഡിയക്കാർക്ക് അതുകൊണ്ട് പൈസ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ വീഡിയോസിലും നമ്മൾ പൈസ കിട്ടുന്നുണ്ട്, എന്റെ വീഡിയോസിലും നമ്മൾ പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചില്ല, അത് ഓരോരുത്തർക്കും വ്യൂസ് കിട്ടുമല്ലോ. എല്ലാ വീഡിയോസിലും കിട്ടുമ്പോ എന്റെ വീഡിയോസും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, ഇപ്പോ എന്റെ കോമാളിത്തം കുറച്ച് സീരിയസ് ആയപ്പോ പലരും ഇന്ന ആളുകൾ കമന്റ് ഇട്ടെന്ന് റിവ്യൂ നിർത്തുമെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോ അങ്ങനെ സംഭവിച്ചത് ഈ കിംബോയ് അണ്ണനെയും കാസർഗോഡ് അണ്ണനെയും കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അവർക്ക് സിനിമ റിവ്യൂ ഞാൻ പറയാം.
സിനിമ ബ്രൂസിലി comment ഇട്ടോ. ഞാൻ പറഞ്ഞു അപ്പൊ അതിലേക്ക് വരാം ജാക്കി ചാൻ comment ഇട്ടോ. അല്ലേ? ജാക്കി ചാൻ comment ഇടും. പറഞ്ഞോട്ടെ ഇതിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ആണ് ധൈര്യം ഉണ്ടാവില്ല അത്. ഇപ്പൊ കാസർഗോഡ് അണ്ണനൊക്കെ അവര് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എന്നെ അനുകരിച്ച് ശ്രമിച്ചതാണ്. അത് കുറച്ച് ഓവറായപ്പോ അവരെ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. പലരും തിയേറ്റർ വെച്ച് തന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡാൻസ് രീതിയിൽ മാറി മാന്യമായിട്ട് റിവ്യൂ ചെയ്യുന്നത്. മാന്യമായിട്ട് റിവ്യൂ ചെയ്തിട്ടും പോലും ഒരു 25% പേര് കളിയാക്കുന്നുണ്ട് ഇപ്പോഴും. അതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. ഈ മറ്റേ ഞാൻ പിന്നെ വേറൊരു വീഡിയോ നിന്റെ കണ്ടായിരുന്നു. ഒരു നീല ഷർട്ട് ഇട്ട് സാനിയപ്പൻ കമന്റ് ഇട്ടാണെന്നൊരു പാട്ട് പാടി ഡാൻസ് കളിച്ചില്ലേ? ആ സാനിയപ്പൻ കമന്റ് ഇട്ടായിരുന്നോ? ഇട്ടോ? എന്നിട്ട് നിർത്താഞ്ഞപ്പോ നിർത്താഞ്ഞ അല്ല അത് വൈറലാവാൻ വേണ്ടി തന്നെ ചെയ്താണോ? അത് വൈറലാവാൻ വേണ്ടി മീഡിയ പക്ഷെ ജാക്കി ചാൻ ഇടില്ലല്ലോ. അവന് നിർത്തിയില്ല. അതിന്റെ പിന്നെ പറഞ്ഞു ലാലേട്ടൻ മമ്മൂക്ക് എല്ലാരും കമന്റ് ഇടും. ഈ കമന്റ് ഇട്ടിട്ട് നിർത്തണ്ടേ? പക്ഷേ അരിജോസ് എനിക്ക് ഇവന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാട്ടോ. കാര്യം ഇത് കേട്ടുമ്പോ ആൾക്കാർ ട്രോളും കുടുംബത്തിൽ കൂടിയാണ്. പക്ഷെ എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കുക രസം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇത് കണ്ടപ്പോ ഒരുപാട് പിള്ളേരുടെ ഇവന്റെ ഒഫീഷ്യൽ പേജിലുള്ള അരിജോസ് പേരുടെ ഒരുപാട് പിള്ളേരുള്ള വീഡിയോയിൽ അരിജോസ് മാന്യമായ ഡാൻസായിരുന്നാ ഡാൻസ് കളിച്ചിട്ട് ആ പിള്ളേര് വട്ടം കറിക്കാൻ പുള്ളി കറങ്ങി തിരിഞ്ഞു വന്നിട്ട് ഓർക്കണ്ട നിന്റെ വീഡിയോ ഒന്ന് ചെറിയ കുട്ടികളാന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് നീ ഒരു നീല വിളിച്ചല്ല ഇനി വേറെ ഒന്നും സ്റ്റേജ് പ്രോഗ്രാം മാംഗോ ഫെസ്റ്റ് അത് നീ നല്ലൊരു ഡാൻസാണ് കളിച്ചെന്തായാലും എന്നെ അഭിനയിപ്പിക്കണോട്ടോ അടുത്ത ഷോർട്ട് ഫിലിമില്. ആ ഞാൻ പറഞ്ഞേക്ക് ഒരു കാര്യം പറയാണ്. എനിക്ക് ഹലോ കോമഡി മാസ്റ്റേഴ്സിൽ പെരേര വന്നു. അപ്പൊ കുറച്ച് പേര് അതിനകത്ത് തെറിയിക്കിട്ടപ്പോ ഞാൻ ഒരാളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവന്റെ ഗോഷ്ഠി കാണിക്കാണ്ട് അമൃത ചാനലിൽ വന്ന് അവനൊരു അവസരം കിട്ടിയാണ് അതിന്റെ താഴെയും നിങ്ങൾ കമന്റ് ഇട്ടുള്ളത് മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മിന്നുതാരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും വേറൊരു സിബി കണ്ണൂർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും സിബി കുട്ടിലൊക്കെ അപ്പൊ ഞങ്ങൾ മത്സരിക്കാൻ പോയപ്പോ പെരേര വന്നു. ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് തന്നെ ഇവനൊരു സ്കിറ്റ് അവർ പ്ലാൻ ചെയ്തു എന്നോടൊപ്പം തന്നെ കയറുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ പരിപാടിയിൽ ഇവനെ അതിലും കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അപ്പൊ മിന്നുതാരം എന്ന് പറഞ്ഞ പരിപാടി ചെയ്തു. മൂവി വേൾഡിൽ വരുന്നതാണ്. അതന്നെ. അപ്പൊ അതിലേക്കും ഷൂട്ട് ചെയ്തു. അതിന്റെ ചാനലുകാരൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും ഒമർ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേറി വരുന്നുണ്ട്. ആറാടനാണെങ്കിലും പെരേരാണെങ്കിലും ഷോർട്ട് ഫിലിംസും അങ്ങനെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ചില പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് പേയ്മെന്റിന് ഉണ്ടായിരുന്ന പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അത് കൂടാണ്ട് മാംഗോ ഫെസ്റ്റ് ഇതിലൊക്കെ പ്രോഗ്രാമിന് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ എന്നെ വിളിക്കുമ്പോ ഞാനിങ്ങനെ പെരേരനെയും വിളിക്കുന്നു. ഞങ്ങൾ രണ്ടൊരു പ്രോഗ്രാം പറഞ്ഞേക്കടാ അവിടെ വലിഞ്ഞു കയറി പോകുന്ന കമന്റ് ഇടുന്ന കുറെ ആൾക്കാരാണ്. അത് കേൾക്കാൻ വേണ്ടി ഒരിക്കലും അല്ല. അവര് വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ഗസ്റ്റ് പോലെ ജുവൽ മേരി ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങള് പാട്ട് മിമിക്രി. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോഴും ചില പ്രോഗ്രാംസുകൾ പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരിക്കലും അവിടെ ചെന്ന അവസരം ചോദിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നതാണ്. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആറാട്ടെണ്ണം എനിക്കും പെരേരയ്ക്കും തൃപ്പൂണിത്തറ ഷോപ്പിന്റെ അല്ലേ. പറ്റിപ്പൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയൊരു പ്രോബ്ലം പെരേരയ്ക്ക് ഉണ്ടായപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്തതല്ല, പറ്റിപ്പല്ലായിരുന്നു അത്. പോട്ടെ, ഇനിയും വേറെ പരിപാടി വരുമ്പോൾ വിളിക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ചില കോളുകൾ നെഗറ്റീവ്, അതായത് കളിയാക്കാൻ വിളിക്കുന്നതല്ല, സത്യസന്ധമായിട്ട് തന്നെ വിളിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമാണ് തൊപ്പിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും നല്ല തകർത്ത് ചെയ്തു. എല്ലാവരും നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് ഇപ്പോഴും വിവാദമാകത്തലൊന്നുമില്ല. അത് പറയട്ടെ, ഒന്നുമില്ല. അതിനെ കുറിച്ച് ഞാനൊന്നും പറയല. അവൻ എനിക്കട്ടെ താങ്കളെ നല്ല തള്ള ഇത് തൊപ്പി കേക്കണം. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് ഇവന്റെ ഷോർട്ട് ഫിലിം കാണിക്കാറ് എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് സിനിമയിൽ അവസരം കിട്ടിയതാ. ചെറിയ റോളുകളൊക്കെ ഞാൻ പിന്നെ അഭിനയിച്ചില്ല. അതായത് ജസ്റ്റ് ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ചെറിയ ഡയലോഗ്. ഇപ്പോ സോഷ്യൽ മീഡിയയില് കത്തി നിൽക്കുന്ന രണ്ട് ആൾക്കാര് ഇപ്പൊ 4 പേരുടെ ഇപ്പൊ ഉണ്ട്. അതില്
ഞാൻ പൊക്കി പറയണല്ല, കാര്യമുള്ള കാര്യം പറയണേ. ആറട്ടണിന് ശേഷം ഞാൻ വന്നു. അപ്പോ നമ്മളെ ഈ രണ്ടുപേരെയും അറിയാത്ത മലയാളത്തിലെ നടന്മാരില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് ഒരു കണ്ണും ചെവിയും അപ്പൊ കളിയാക്കളി ഇന്ന് അസ്കറിനൊക്കെ ഉണ്ട്. അസ്കർ മമ്മൂക്കന്റെ കസിന. അപ്പൊ അസ്കർ വരെ നമ്മളെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ ആ ഒരു കേസിൽ ആറാട്ടന്റെ നല്ല ഇതാണ്. കാരണം ഞാൻ ആറാട്ടന്റെ ഫോണിൽ ഇപ്പൊ വാട്സപ്പ് ഒക്കെ ചെക്ക് ചെയ്തപ്പോ അത്യാവശ്യം സെലിബ്രിറ്റി, ഞാൻ പേരെടുത്ത് അത്യാവശ്യം നല്ല സെലിബ്രിറ്റി നല്ല രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഞാനൊന്ന് തിയേറ്ററിൽ ചെന്നപ്പോ അത് പറയാലോ വീഡിയോ എടുത്താലോ. മറ്റേ പടം ഏതാ, കൊച്ചി രാജാവിലെ മറ്റേ ദിലീപ് പിടിച്ച് കൈകാലിൽ ഒടിയുള്ളേ, വേറെ CD മുസ്ലിം വെടികൊണ്ട് പിടിക്കണേ. ആ ആറാട്ടനെ കണ്ടപ്പോ അല്ലല്ല പേര് അറിയാൻ പാടില്ല, മെമ്മറിക്ക് അല്ല പേര് എനിക്ക് അറിയാൻ പാടില്ല. നല്ല പറഞ്ഞാട്ടാ പറഞ്ഞല്ലേ പറഞ്ഞേക്ക്. ആ ആള് അല്ലല്ല ആ ആള് ആറാട്ടനെ കണ്ടപ്പോ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു. ആള് മാത്രമല്ല തിയേറ്ററിൽ പല സെലിബ്രിറ്റീസ് ഒക്കെ ആറാട്ടനെ അറിയും. ഞാൻ അഞ്ചോസിന് കക്ഷി പേര് കേട്ടാ ഇവനെ മറ്റേ അറിയും. ഏത് മറ്റേ അർജുനശോന്റെ മോൻ, അർജുനശോൻ ചന്തു അർജുനശോൻ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ഇരിക്കാം. വേറെ പയ്യനെടുത്ത് അൽജോസിനെ കാണിച്ചില്ല. അൽജോസിനെ കണ്ടപ്പോ തന്നെ പ്രസ് മീറ്റില് മാറി പ്രസ് മീറ്റ് ആയിരുന്നു. എന്താ ശരി തന്നെ പ്രസ് മീറ്റ് കണ്ടപ്പോ അല്ലല്ല അത് നടന്ന സംഭവം കണ്ടപ്പോ തന്നെ അവിടെ പുള്ളി എടുത്ത് പേരെടുത്ത് വിളിക്കുന്നുണ്ടല്ല. ആറാട്ടിനും അറിയില്ല എന്ന് പറയില്ല, പേരെടുത്ത് പുള്ളി വിളിച്ചില്ല. വിളിച്ചത് ബെസ്റ്റ് ആക്ടർ മമ്മൂക്ക തുറന്നത് ചാൻസ് കൊണ്ട് തെരയും തേപ്പും കിട്ടാൻ സ്റ്റാർ ആയിട്ടുള്ളൂ. അല്ല വീട്ടിൽ കൊണ്ട് ആനടുത്ത ബുദ്ധിയിലാണ് സാധാരണക്കാരാണല്ലോ. അപ്പൊ അവരുടെ പ്രസ് മീറ്റില് എനിക്ക് നിന്നെ ചില സമയത്തുള്ള ഇതൊന്നും ഒരു കാര്യം പറയാം. എന്തായാലും പുതിയ ഷോർട്ട് ഫിലിംസ്, ഷോർട്ട് സിനിമ, യുദ്ധം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പ്രദീപ് ബേലൂരിന്റെയാണ്, അരുൺ ജോസ് ഞാൻ ചെയ്യുന്ന വർക്കാണ്. അപ്പോ എന്തായാലും സന്തോഷം, നല്ലൊരു ഇന്റർവ്യൂ തരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ എന്താ ചോദിക്കാൻ, അവസരമായി പെരേരയുടെ ഒരു നാടക ഗാനത്തോടുകൂടി എനിക്ക് ഞാൻ മസാല വീഡിയോസ് പെരേര ഡാൻസ് എടുത്തി, ഞാൻ മസാല വീഡിയോസ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യോ അല്ല ജസ്റ്റ് പെരേര, പിന്നെ നിന്നെ ആൾക്കാരൊക്കെ ട്രോളിയാലും കളിയാക്കലും നിന്റെ കൂടെ എവിടുന്ന് ഈ സ്ത്രീകളൊക്കെ നിന്റെ പൈസക്ക് അഭിനയിക്കാൻ പറ്റണം? നിന്റെ ഗേൾ ഫ്രണ്ട്സ് ആണോ? എന്റെ ഫാൻസ് ആണ് പലരും പൈസക്കാണ് അഭിനയിക്കുന്നത്. പിന്നെ നിന്നെ മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം പെണ്ണെ അതുപോലെ മറ്റേ ഏതാ പാട്ട്, ഒരുപാട് പാട്ടുകൾ ഫോട്ടോ പറഞ്ഞിട്ട് അല്ലല്ല വലിയ എന്തിനാ നരസിംഹത്തിൽ പറയല്ലേ മുടിയൊക്കെ കൊഴിഞ്ഞു പേരാണ് ഓർമ്മയില്ലാത്ത ആള്. അതാണ് നമ്മുടെ ബ്രാൻഡ് ഒഫീഷ്യൽ. അതൊരു ബ്രാൻഡാണ് ഡിക്കോ ഗിൽഗാസ്. അല്ല എനിക്ക് നാലുപേരോട് പറയാനുള്ളത്, ഇപ്പൊ റിവ്യൂ ചെയ്തു അങ്ങനെ കുറെ നെഗറ്റീവ് ഇമേജസുകളോട് നിങ്ങൾ വരുന്ന, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവ് ഒരുപാടുള്ള ആൾക്കാരാണ്. ഇപ്പൊ അഭിലാഷ് ചേട്ടന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം, പാടും മിമിക്രി ചെയ്യും, എല്ലാം ഒരുപാട് കഴിവുണ്ട്. ട്രെൻഡിങ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഈ ലൈം ലൈറ്റിൽ എത്താൻ പറ്റുന്നില്ല. എല്ലാവരും കഴിവുള്ള ഒരാളാ. അപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ആറട്ടനം പറഞ്ഞു കൊറേ മറ്റേ ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് നിർത്തും, ഡാൻസ് നിർത്താൻ പോണു, റിവ്യൂകളും നല്ലത് മാത്രം പറയാം, അങ്ങനത്തെ രീതിയിൽ പറയുന്നു. അപ്പൊ ഇനിയും അങ്ങനെ നല്ല നല്ല കണ്ടന്റും നല്ല ഇതായിരിക്കുന്ന ഈ ഇമേജ്, ബാഡ് ഇമേജ് എന്നുള്ളത് മാറിയിട്ട് നല്ല ഒരു ഇമേജ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ഇമേജ് ആഗ്രഹം. പക്ഷെ ഇവിടെ രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ പബ്ലിസിറ്റി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി. പോസിറ്റീവ് പബ്ലിസിറ്റി സംഭവം
നല്ല കാര്യം പറഞ്ഞ ഒന്നും അപ്പൊ ഇനിയും അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഓരോ തീരുമാനം എടുത്ത പോലെ നല്ല രീതിയിൽ ഇപ്പൊ അഭിനയത്തിലോട്ട് കടന്നു, നല്ല രീതിയിൽ അങ്ങനെ ആവുകയാണെങ്കിൽ ഈ വരുന്ന എല്ലാ നെഗറ്റീവ് കമന്റ്സ് നല്ല ഗുഡ് കമന്റ്സ് ആയി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ഈ മലയാളികൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ മൈൻഡ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പുള്ളി കോമാളിത്തരം കാണിച്ചത്, ഞാൻ മസാലയും കാണിച്ചത്. ഞങ്ങൾ നിർത്തുന്നവരും കാണിക്കുന്നത് ആൾക്കാർക്ക് കോമാളിത്തരം, എനിക്ക് കോമാളിത്തരമല്ല, ചെയ്യുന്ന ആൾക്ക് കോമാളിത്തരമല്ല. അത് ശരിയാ. ഇത് കോമാളിത്തരമാണെന്ന് പറഞ്ഞിട്ട് അല്ല ഇത് കോമാളിത്തരമാണെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് കോമാളികൾ. ഇത് കോമാളിത്തരം അറിഞ്ഞുകൊണ്ട് കാണിക്കല്ലേ. സിനിമയ്ക്ക് കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആൾക്ക് കോമാളി എന്നൊരു പേര് സിനിമയ്ക്ക് വന്നു. അത് ഫ്ലെക്സ് ബോർഡിലൊക്കെ വന്നു. അത് വന്നു അദ്ദേഹത്തിന്റെ ഫേസ് വെച്ചൊരു കോമാളി എന്നൊരു പേര് വെച്ചെങ്കിൽ എനിക്ക് ആൾക്കാർ വിളിക്കുന്നതിലും അന്തസ് കുറവില്ല. വിളിച്ചോട്ടെ, നഷ്ടമില്ലല്ലോ. സി ഡി മുസി പറയല്ലേ, അവൻ പ്രാന്തരെ അഭിനയിച്ച് പ്രാന്തന്മാരെ പോലെ ഇറങ്ങി മറ്റുള്ളവരെ പ്രാന്തന്മാരാക്കാം. ഇത് കണ്ടിരിക്കണം നമുക്ക്, കണ്ടു നിൽക്കണം നമുക്ക്. ഞാൻ പറയട്ടെ, ഇപ്പൊ സലീം കുമാരേട്ടനെ പറ്റി പറഞ്ഞോണ്ടോ? സലീം കുമാരേട്ടൻ പണ്ട് ഭ്രാന്തൻ വേഷം നമ്മുടെ CID മൂസയിൽ ചെയ്തു. ഇപ്പൊ നല്ല നല്ല ക്യാരക്ടർ വേഷം സലീം കുമാരേട്ടനെ കോമഡി വേഷങ്ങൾ ഭ്രാന്തനായിട്ടും വക്കീലായിട്ടൊക്കെ CID മൂസ മീശ മതോലൊക്കെ ചെയ്തു. അപ്പൊ മീശ മതോല വക്കീലും CID മൂസയില് ഭ്രാന്തനും. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണ് സലീം കുമാരേട്ടൻ ചെയ്യുന്നത്. അപ്പൊ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. പണ്ട് ഒരാള് ഭ്രാന്തനായിട്ട് അഭിനയിച്ചതല്ല, എപ്പോഴും ഭ്രാന്തനായിട്ട് അഭിനയിപ്പിക്കുന്നില്ല. അതുപോലെ നമ്മള് ഭാവിയിൽ ഈ റിവ്യൂവർ എന്ന സ്റ്റേജിൽ നിന്ന് മാറി ആക്ടർ എന്ന സ്റ്റേജിലേക്ക് എത്തുമെന്നാണ് എനിക്ക് ആഗ്രഹം. വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഇനി അങ്ങനെ മാറി വരട്ടെ നിങ്ങളുടെ ഇമേജ്. ഇപ്പൊ നിങ്ങള് അഞ്ചുകൊല്ലം കഴിയുമ്പോണ്ടല്ലോ ചിലപ്പോ ഈ 2024 2034 ചിലപ്പോ നിങ്ങൾ ഇന്റർവ്യൂ വരുമ്പോ ഞാൻ ചിലപ്പോ ക്യാരവനിലേക്ക് ഇരിക്കും. അപ്പൊ ഒരു കോഫി ഇപ്പൊ ഒരു ക്യാരവാനിൽ ഇരിക്കുമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ക്യാരവാനിൽ ഇരിക്കാം. അതിനു വേണ്ടി പൈസ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഗ്ലാമർ സെലിബ്രിറ്റി ആവാൻ താല്പര്യമായിരുന്നു, ഇന്റലക്ച്വൽ സെലിബ്രിറ്റി. പക്ഷെ ആ രീതിയിൽ പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾ സമ്മതിക്കുന്നില്ല. ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ് ഇപ്പോൾ. മസാല വീഡിയോസ് നിർത്തി നല്ല വീഡിയോസ് അങ്ങനെ പോസിറ്റീവ് പബ്ലിസിറ്റി വരണമെന്ന് എൻ്റെ ആഗ്രഹം. വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുള്ളി ഡാൻസ് നടത്തുന്നു. അങ്ങനെ ഒരു കോമാളി ഇമേജ് മാറി നല്ല ഇമേജ് ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുക. അതന്നെ ഞാനും പറഞ്ഞത്. ഇനി അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാല് ഇനിയും നല്ല ചിലപ്പോ പോസിറ്റീവായിട്ട് മാറും, ചിലപ്പോ പോസിറ്റീവായിട്ട് മാറും, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ടോ. എന്തായാലും സന്തോഷം. ഇന്റർവ്യൂവിന് ഞങ്ങൾ വിളിച്ചതിൽ പറ്റി എന്ത് പറയാനടേ. എന്തായാലും സന്തോഷമായി. കാരണം പെരേരയുടെ പുതിയ വർക്കൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. യുദ്ധം എന്ന ഒരു കുഞ്ഞു മൂവി OTT-യിലേക്ക് ആയിരിക്കും വരുന്നത്. OTT ആയിരിക്കും. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആറാട്ടനെ, അഖിലിനെ, പെരേരനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക പുതിയ പുതിയ വർക്കുകൾക്ക്. ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആയി മാറട്ടെ. എല്ലാവരുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാനും പറയുന്നു.